ലാസ്റ്റ് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ, അതായത് മാർച്ച് 2024 ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിലെ GK ക്വസ്റ്റ്യൻസ് ആണ് തുടരുന്നത്. വേസ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ തരിശു ഭൂമി രചിച്ചത് TS എലിയട്ട് ആണ്. കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് PK ബാവയാണ്. അപ്പോൾ വേസ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ തരിശു ഭൂമി രചിച്ചത് TS എലിയട്ട് ആണ്. കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് PK ബാവയാണ്. ദെൻ CBIയുടെ പൂർണ്ണരൂപം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഗുരുസാഗരം രചിച്ചത് OV വിജയനാണ്. ഗുരുസാഗരം രചിച്ചത് OV വിജയനാണ്. സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മ്യാൻമാറാണ്. സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മ്യാൻമാറാണ്. ഗുവഹാത്തി ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഗുവഹാത്തി. ഗുവഹാത്തി ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ദെൻ സൂററ്റ് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ താപ്തിയുടെ തീരത്താണ് സൂറത്ത്. സന്തോഷ് ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് സന്തോഷ് ട്രോഫി. സൗദി അറേബ്യയുടെ തലസ്ഥാനം റിയാദാണ്. സ്പെയിനിൻ്റെ തലസ്ഥാനം മാഡ്രിഡ് ആണ്. സ്പെയിനിൻ്റെ തലസ്ഥാനം മാഡ്രിഡ്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. ഘാനയിലെ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യമായ ഘാനയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ക്വാമി നക്രൂമയാണ്. ഘാനയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ക്വാമി നക്രൂമ. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് ചോദിച്ചാൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ചിപ്കോ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. ജബൽപൂർ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ നർമ്മദ. ജബൽപൂർ നർമ്മദ നദിയുടെ തീരത്താണ്. നമ്മൾ സൂറത്ത് താപ്തി നദിയുടെ തീരത്താണ് നേരത്തെ പറഞ്ഞിരുന്നു. ജബൽപൂർ നർമ്മദ നദിയുടെ തീരത്ത്. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ് ജാലിയൻ വാലാബാഗ്. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തിയാണ് തകഴി. ജ്ഞാനപീഠ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തിയാണ് തകഴി. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പം നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ രവീന്ദ്രനാഥ ടാഗോർ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കട്ടയാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കട്ടയാണ്. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ രവീന്ദ്രനാഥ ടാഗോറാണ്. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യത്തെ വ്യക്തി തകഴിയാണ്. ജാലിയൻ വാലാബാഗ് പഞ്ചാബിലാണ്. ജബൽപൂർ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ നർമ്മദ നദിയുടെ തീരത്താണ്. ചിപ്കോ പ്രസ്ഥാനം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ്. ഘാനയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ക്വാമി നക്രൂമയാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. സ്പെയിനിൻ്റെ തലസ്ഥാനം മാഡ്രിഡ്. സൗദി അറേബ്യയുടെ തലസ്ഥാനം റിയാദാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സൂററ്റ് താപ്തി നദിയുടെ തീരത്താണ് സൂററ്റ്. ഗുവഹാത്തി ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 അപ്പോൾ ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയയാണ്. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയ. ഐതിഹ്യമാല രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. ഐതിഹ്യമാല രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. വെൽത്ത് ഓഫ് നേഷൻസ് രചിച്ചത് ആഡം സ്മിത്താണ്. പ്രസിദ്ധമായ എക്കണോമിക്സ് ടെക്സ്റ്റാണ് വെൽത്ത് ഓഫ് നേഷൻ. രചിച്ചത് ആഡം സ്മിത്താണ്. കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത് ഏത് വർഷത്തിലാണെന്ന് ചോദിച്ചാൽ AD 1663 കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരളാണ്. നൈലിൻ്റെ ദാനം ഈജിപ്റ്റാണ്. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോ വാട്ട് അവറാണ്. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോ വാട്ട് അവർ. ജൈനമത സ്ഥാപകൻ മഹാവീരനാണ്. ജൈനമത സ്ഥാപകൻ മഹാവീരൻ. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടനിസം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടനിസം. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. ലോക പോളിയോ ദിനം ഒക്ടോബർ 24. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീറാണ്. ലോകത്തിൻ്റെ മേൽക്കൂര പാമീറാണ്. ലോകത്തിലെ ആദ്യത്തെ ബിറ്റ് കോയിൻ
ATM സ്ഥാപിച്ച സ്ഥലം വാൻകൂവർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം അങ്കോർ വാട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം അങ്കോർ വാട്ട്. വേളാങ്കണ്ണി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ് വേളാങ്കണ്ണി. അപ്പോൾ തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടനിസം. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. ലോക പോളിയോ ദിനം ഒക്ടോബർ 24. ലോകത്തിൻ്റെ മേൽക്കൂര പാമീറാണ്. ലോകത്തിലെ ആദ്യത്തെ ബിറ്റ്കോയിൻ ATM സ്ഥാപിച്ച സ്ഥലം വാൻകൂവർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം അങ്കോർ വാട്ടാണ്. വേളാങ്കണ്ണി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്.